എന്തുകൊണ്ടാണ് ടാഞ്ചറോക്കും ജെനിറ്റ്സുവിനും ഇനോസ്കയ്ക്കും ഹാഷിറ ആകാൻ പറ്റാത്തത്? നമുക്ക് നോക്കാം. ഒരു ഡീമൺ സ്ലെയറിന് ഹാഷിറ ആകാനുള്ള പ്രധാന മാനദണ്ഡം ഒന്നുകിൽ 40 ഡീമൺസിനെ കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പർ മൂൺ ഡീമനെ ഡിഫീറ്റ് ചെയ്യുക എന്നതാണ്. ടാഞ്ചറോ ആണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസിന് അപ്പർ മൂൺ ലോവർ മൂൺ ഡീമൺസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ജെനിറ്റ്സു ആകട്ടെ അപ്പർ മൂൺ 6 ഡീമനെ ഡിഫീറ്റ് ചെയ്തതാണ്. ഇനോസ്ക ആണെങ്കിൽ 50ഓളം ഡീമൺസിനെ കൊല്ലുകയും അപ്പർ മൂൺ ഡീമനായ ഡോമിനെ ഡിഫീറ്റ് ചെയ്തതാണ്. ഈവൻ ഗിയു പോലും സമ്മതിച്ചതാണ് ടാഞ്ചറോ ഹാഷിറ ലെവലിലാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. എന്നിട്ടും ഈ 3 പേർക്ക് ഹാഷിറ ആകാൻ കഴിഞ്ഞില്ല. കാരണം ഇൻഫിനിറ്റി കാസിലെ ഫൈറ്റിന് ശേഷം മുസാൻ അടക്കം എല്ലാ ഡീമൺസും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഭൂമിയിൽ ഡീമൺസിന്റെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ഡീമൺ സ്ലെയർ കോർപ്സിന്റെ ആവശ്യം ഇനി വേണ്ടെന്ന് ഉബിയഷിക്ക് ഫാമിലിക്ക് മനസ്സിലായി. ടാഞ്ചറോയും ഇനോസ്കയും ജെനിറ്റ്സും ഹാഷിറ ആകുന്നതിന് മുമ്പ് തന്നെ ഡീമൺ സ്ലെയർ കോർപ്സ് ഔദ്യോഗികമായി പിരിച്ചുവിടുകയും ചെയ്തു. ഒരുപക്ഷെ ഡീമൺ സ്ലെയർ കോർപ്സ് പിന്നീടും ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ 3 പേരും ഹാഷിറ സായനെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? ഈ തിയറിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും.